ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി ഇന്ന് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. ഒരു 200+ മൂവ്മെൻറ്റാണ് നിഫ്റ്റിക്ക് ഇന്നുണ്ടായിരുന്നത്. നിങ്ങൾ കാണുന്ന പോലെ റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് കയറി പിന്നെ അത്യാവശ്യം ഒരു മൂവ്മെൻറ്റ് നിഫ്റ്റി കാണിച്ചു. നമുക്ക് അത്യാവശ്യം ട്രേഡ്സൊക്കെ വന്നിട്ടുണ്ട്. ഡീറ്റെയിൽസിലേക്കൊക്കെ നമുക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ക്രൂഡ് ഓയിലിൻ്റെ കാര്യമാണ്. ക്രൂഡ് ഓയിൽ ഒരു 40 പോയിൻറ്റോളം ഇന്ന് സൈഡിലേക്ക് കച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എടുത്തവരുണ്ടെങ്കിൽ പ്രോഫിറ്റിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും സ്ട്രൈക്കിലാണ് ഞാൻ കൊടുത്തേക്കണത്. ഇത് 24,450 ആണ്. 24,450 നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ്. ഒരു 30 പോയിൻ്റ് അടുത്ത് വൺ വേയിൽ വന്നിട്ടുണ്ട്. എത്ര ഞാൻ ഇപ്പോഴും പറയാൻ പറ്റും എത്ര പേര് എടുത്തിട്ടുണ്ടാവും എനിക്കറിയില്ല. ഫസ്റ്റ് ട്രേഡാണ് കേട്ടോ, അന്നത്തെ ദിവസത്തെ ഫസ്റ്റത്തെ ട്രേഡാണ് 24,450. അത് എക്സാക്റ്റ് ലിമിറ്റ് നിന്ന് പോലെ ട്രേഡാണ്. ഞാൻ ഇത്തിരി മുകളിൽ നിന്ന് കയറ്റി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ലിമിറ്റിൽ നിന്ന് അത് കിട്ടും. 5 മിനിറ്റ് എല്ലാവർക്കും ലിമിറ്റിൽ എൻട്രി എടുക്കാൻ പറ്റും. അങ്ങനെ 30 പോയിൻ്റ് പോയിട്ടുള്ള ട്രേഡാണ്. അതിനുശേഷം 170 എന്ന് പറഞ്ഞ പ്രൈസൊക്കെ ഉണ്ട്. 170 ഞാൻ കൊടുത്തിട്ടില്ല. ഇപ്പോൾ അതാരും പുതുതായിട്ട് കാണുന്ന പോലെ ഇരിക്കേണ്ട. അത് 170 ഞാൻ കൊടുത്തിട്ടില്ല. അത് കൊടുക്കേണ്ട ആവശ്യം എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ അപ്പോഴേക്കും വേറെ സ്ട്രൈക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എനിക്ക് വേണ്ടി കണ്ട കാര്യമുണ്ടായിരുന്നില്ല. 79,900 ആണത്. 79,900 533.15 692.20 എത്തിയിട്ടുണ്ട്. കറക്റ്റ് അടുത്ത ലെവല് 692.20 നമുക്ക് കാണാൻ പറ്റും. ആ ലെവല് ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റിൽ അത് വാലിഡാണ്. നാളെങ്ങാനും കിട്ടുമായിരിക്കും അതിന്. പക്ഷെ അതിന് നല്ലൊരു പ്രോഫിറ്റാണ് വന്നേക്കണത് കേട്ടോ. ഒരു 50 പോയിൻ്റാണ് ത്രൂ ഔട്ട് കിട്ടിയേക്കണത്. പി സ്ട്രൈക്കുകൾ പിന്നെ നമുക്ക് ഉണ്ടായിരുന്നില്ല, ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. പിന്നെ ഈ കാണുന്ന സ്ട്രൈക്കുകൾ, ഈ കാണുന്ന പ്രൈസുകളൊക്കെയും എൻ്റെ പേഴ്സണലാണ് കേട്ടോ, മനസ്സിലായില്ലേ. ഞാനിവിടെ എടുത്താണെന്ന് 39-നൊക്കെയാണ് എടുത്തേക്കണത്. 39 കാണാൻ പറ്റും. അത് ഫസ്റ്റ് ടൈം ഞാൻ എടുത്തേക്കണതാണ് കേട്ടോ. പിന്നെ അവിടേക്കൊരു റീ എൻട്രി കിട്ടിയിട്ടില്ല. ഇവിടെ ഞാൻ ബൈച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തോട് കൂടിയിട്ടാണ് ഈ റെഡ് ക്യാൻഡിൽ. അപ്പോൾ 39 തന്നെയാണ് ബൈ ചെയ്തേക്കണത്. പിന്നെ ഒരു 29 സെല്ലിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് 10 മിനിറ്റ് ക്ലോസ് ചെയ്തത്. ഞാൻ ഈ പറഞ്ഞ പ്രോഫിറ്റ് എനിക്ക് വന്നിട്ടില്ലേ. സീരിയസ്ലി പറഞ്ഞാൽ അങ്ങനെയാണ്. 10 മണി ഞാൻ എടുത്തിട്ടില്ലേ. ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കോസ്റ്റ് എക്സിറ്റ് അടിക്കുക എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ ഇരുന്നത്. പേഴ്സണലി ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടില്ലേ. ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട് 39.10 പിന്നെയാണ് കൊടുത്തത്. എൻ്റെ ട്രേഡൊക്കെ കഴിഞ്ഞിട്ട് റിട്ടേൺ കാണുന്ന സമയത്ത് റീ എൻട്രി എന്നുള്ള സെറ്റപ്പിലാണ് 39.10 കൊടുത്തേക്കണത്. അത് ആക്റ്റീവ് അല്ല. നമുക്കവിടെ കാണാൻ പറ്റും. റെഡ് ക്യാനിലൊക്കെ അടിയിലാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ആക്റ്റീവ് അല്ല. അപ്പോൾ ആ ട്രേഡ് കിട്ടിയിട്ടില്ല. പി സൈഡ് കേട്ടോ. എന്നത്രയും ടൈമിലും ഞാൻ തന്നത് പിയിലാണ്. എൻ്റെ ഒരു കണക്കൂട്ടിലെടുത്തതാണ് കേട്ടോ, വേറെ ഒന്നല്ല. പിന്നെ ഞാൻ ഗ്രൂപ്പിൽ നിന്ന് കൊടുക്കാനുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. 24,600 ഫസ്റ്റ് ട്രേഡ് ഇവിടെ ഉണ്ടായിരുന്നു. അതൊരു കോസ്റ്റാണ്. പിന്നെ റീ എൻട്രി ആണുള്ളത്. റീ എൻട്രി അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റാണ് കേട്ടോ. ഒരു 30 പോയിൻ്റ് പ്രോഫിറ്റ് ഉണ്ട്. പക്ഷെ അത് ഈസി അല്ല. അതാണ്, ഇരിക്കാൻ പറ്റുന്നവർക്കാണ് ഈ പറഞ്ഞ 30 പോയിൻ്റൊക്കെ കിട്ടുള്ളൂ. അല്ലാതെ ഒരു കിട്ടുന്നില്ല. ക്രൂഡ് ഓയിലിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രൂഡ് ഓയിൽ ഓൾസോ ഞാൻ എടുത്തത് തന്നെയാണ്. പക്ഷേ അതിൽ ഞാൻ 1 അവർ ഹോൾഡ് ചെയ്ത ശേഷം അത് എക്സിറ്റ് അടിക്കുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ. ഈ 40 പോയിൻ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ക്ലാരിറ്റിയാണ് നമുക്ക് തരണത്. 1 അവറിന് ശേഷം അത് കോസ്റ്റ് ഇട്ട് ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ അത് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഞാൻ എക്സിറ്റ് പോവുക ചെയ്തു. പിന്നെ അത് ഓടി തുടങ്ങിയത്. അത് കുഴപ്പമില്ല, നമുക്ക് രാത്രി നോക്കാം. മനസ്സിലായില്ലേ. പക്ഷെ അത് നല്ല ട്രേഡായിരുന്നു. ഹോൾഡ് ചെയ്യണവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ 40 പോയിൻ്റൊക്കെ 50 പോയിൻ്റൊക്കെ ആയിട്ടുണ്ട്. ടോട്ടൽ ഇത്രയും കാര്യമാണ് സംഭവിച്ചത്. നമ്മൾ ട്രേഡിങ് ചെയ്യുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. എന്താണ് ചെയ്യണത്, എത്ര നേരം ഹോൾഡ് ചെയ്യണം, എപ്പോഴാണ് വിൽക്കേണ്ടത്, എങ്ങനെയാണ് ഇതൊക്കെ വിൽക്കേണ്ടത്. ഇത് ഹോൾഡ് ചെയ്തിരിക്കുക എന്നുള്ള സെറ്റപ്പല്ല. നിങ്ങൾ മാക്സിമം ഔട്ടായി പോവുക മാർക്കറ്റിൽ നിന്ന് പെട്ടെന്ന്. നമ്മുടെ ഒരു കയ്യിലൊതുങ്ങുന്നത് കിട്ടിയാലാണ് നമുക്കത് ഹോൾഡ് ചെയ്യണോണ്ടോ ഒക്കെ കാര്യമുള്ളൂ. അങ്ങനത്തെ സെറ്റപ്പ് വന്നില്ലെങ്കിൽ പിന്നെ നിൽക്കണതിൽ കാര്യമില്ല. അത്രേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. കമ്പാരിറ്റീവ്ലി ക്രൂഡ് ഓയിലാണ് സേഫ്. നിങ്ങൾക്ക് ഓപ്ഷൻസ് മടിയുള്ളവർക്ക് ക്രൂഡ് ഓയിൽ ചെയ്യാം. ക്രൂഡ് ഓയിൽ ചെയ്യാനാണെങ്കിൽ നമ്മൾ പെയ്ഡ് ഗ്രൂപ്പിലാണ് ക്രൂഡ് ഓയിൽ പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇനി ഇതൊക്കെ എങ്ങനെയാണ് കിട്ടണത്, ഈ പ്രൈസ് എങ്ങനെയാണ് കിട്ടണത്, മനസ്സിലായില്ലേ. ഈ പ്രൈസ് എങ്ങനെയാണ് കിട്ടണതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കോഴ്സ് സ്റ്റഡി ചെയ്യാൻ വേണം. നിങ്ങൾക്ക് ഇതുമ്പോൾ നോക്കിയിട്ട് നമുക്ക് അവിടെ നിന്നൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് ഓരോന്ന തിയറികൾ ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പറഞ്ഞ സ്ട്രൈക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് തിയറികൾ ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ തിയറി അല്ല ഞാൻ ഫോളോ ചെയ്യണത്. നിങ്ങൾക്ക് തോന്നുന്ന ഒരു തിയറിയിലും ഈ സംഭവത്തിന് ഇടാൻ പറ്റില്ല. അപ്പോൾ അതും കൂടി മനസ്സിലാക്കി വെച്ചേക്കുക. ഇത് ഈസി അല്ല ഈ പ്രൈസ് കണ്ടുപിടിക്കാനും ഇവിടുന്ന് പ്രോഫിറ്റ് എടുത്ത് പോകാനും.
ഇത് കാണുമ്പോൾ വളരെ ഈസിയാണെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ പ്രോപ്പർ നോളജ് ഉണ്ടെങ്കിലാണ് അത് കിട്ടുള്ളൂ. ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് പലതും തോന്നും, പക്ഷേ അതിലൊക്കെ നമുക്ക് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ സംബോധിക്കുക പോവുക. ഞാൻ ഡെവലപ്പ് ചെയ്തൊരു ഐറ്റം ഞാൻ എൻ്റെ വായോണ്ട് തന്നെ കേട്ടാലാണ് നിങ്ങൾക്കത് നന്നാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷനായിരിക്കും, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് വർക്കാവില്ല. ജസ്റ്റ് എൻ്റെ തോട്ട് പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾക്ക് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ വെറുതെ അത് കഷ്ടപ്പെട്ടിടണ്ട. ഞാൻ ഇൻഡിക്കേറ്ററൊന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. അവിടെ ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും യൂസ് ചെയ്യണില്ല. ജസ്റ്റ് അതെന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രം നോക്കണതാണ്. ബേസിക്കലി ഈ സംഭവത്തിന് ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യമില്ല ട്രേഡിങ്ങിന്. എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യമില്ല. അത് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് എനിക്ക് നേരെ പോകാൻ വേണ്ടി വെച്ചാണതാണ്. അപ്പോൾ അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അതൊക്കെ നാളെ കാണാം. ഓക്കെ, ബൈ.